മൃഗങ്ങളുടെ ആക്രമണം ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാൽപ്പാറയിൽ 2025 ജൂൺ മാസം 20-ാം തീയതി വീട്ടുമുറ്റത്ത് ഏതാണ്ട് വൈകുന്നേരം 4:30 കളിച്ചുകൊണ്ടിരിക്കുന്ന 4.5 വയസ്സുകാരിയായ റൂസ്നിയെ അതായത് ഒരു പുലി പിടിച്ചുകൊണ്ടുപോയി. മണിക്കൂറുകൾ തിരഞ്ഞതിൻ്റെ ഒടുവിലാണ് ഒരു തേയിലത്തോട്ടത്തിൽ മധ്യത്തിൽ ഈ കുഞ്ഞിൻ്റെ പകുതി ഭാഗം പുലി ഭക്ഷിച്ചതിന് ശേഷം ഉപേക്ഷിച്ചതായ മൃതദേഹം കണ്ടുകിട്ടാനിടയായത്. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് 27-ാം തീയതി ജൂൺ മാസം 27-ാം തീയതി സുൽത്താൻ ബത്തേരി നമ്പ്യാർകുന്നിൽ പട്ടാപ്പകൽ നടുറോഡിലൂടെ പുലി ഇങ്ങനെ നടന്നു പോകുന്നതായ വീഡിയോ രംഗങ്ങൾ കാണാത്തതായിട്ട് ആരും ഉണ്ടാവുകയില്ല. അതുപോലെ ആ ദിവസം തന്നെ 27-ാം തീയതി ആണ് നരിക്കൊല്ലിയിൽ ഒരു വീടിന്റെ കാർ പോർച്ചിൽ ഈ പുലി കിടന്ന് വിശ്രമിക്കുന്നത് കാണുന്നത്. രാത്രി 8 മണിക്കാണ് സംഭവം. ആന, പുലി, കടുവ, കാട്ടുപോത്ത്, കരടി, പേപ്പട്ടി ഇവിടെ ആക്രമണം ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മാത്രമല്ല, മനുഷ്യന്റെ ജീവന് മാത്രമല്ല ഭീഷണി, മനുഷ്യന്റെ സമ്പത്തിനും അതുപോലെ തന്നെ അവരെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുകയും അതുപോലെ അവരെ വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. 1972-ലാണ് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത്. വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമമായിരുന്നു. അത് മാത്രമല്ല, അതായത് മൃഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിച്ച് അവരെ സംരക്ഷിക്കുകയും പരിസ്ഥിതി സുന്ദരമാക്കുകയും അതുപോലെ വൈവിധ്യമായിരുന്ന ജൈവ വൈവിധ്യങ്ങളുടെ ഒരു മേഖലയാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമായിരുന്നത്. അതുപോലെ ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് എന്നറിയാവോ മൃഗങ്ങളെയും സംരക്ഷിക്കേണ്ടി വരുന്നത്. വിദേശ രാജ്യങ്ങളായ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവിടെയെല്ലാം സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? വന്യമൃഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ അവയ്ക്ക് വേണ്ടത് കുടിവെള്ളവും അവയ്ക്ക് വേണ്ടത് ആഹാരവും തന്നെ വനത്തിൽ തന്നെ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ അതായത് മനുഷ്യരും മൃഗങ്ങളും താമസിക്കുന്നതായ സ്ഥലങ്ങൾക്ക് ഇടയിൽ ഒരു ബഫർ സോൺ രൂപീകരിക്കുകയും ആ ബഫർ സോണിൽ മതിലുകൾ കെട്ടിയും അതുപോലെ തന്നെ വൈദ്യുത വേലി നിർമ്മിച്ചും കാട്ടുമൃഗങ്ങൾക്ക് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി. മാത്രമല്ല, ഈ കാട്ടുമൃഗങ്ങൾക്ക് വനത്തിനകത്ത് തന്നെ ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ പിന്നെ തന്നെ പുറത്തേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നതായ പ്രവണതയാണ് അതായത് വിദേശ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല എന്നുള്ളത്. വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമാണ് ഈ വന്യമൃഗങ്ങളെ സൃഷ്ടിച്ചത്. ഇങ്ങനെ ദൈവം അതുതരം കാട്ടുമൃഗങ്ങളെയും അതുതരം കന്നുകാലികളെയും അതുതരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലത് എന്ന് ദൈവം കണ്ടു എന്നാണ്. ഉൽപ്പത്തി 2:15 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി എന്നാണ്. ഭൂമിയുടെയും അതായത് മൃഗങ്ങളുടെയും ഉടമസ്ഥാവകാശം ഒരിക്കലും മനുഷ്യന് കൊടുത്തിട്ടില്ല. പക്ഷെ മനുഷ്യൻ ഇതിൻ്റെ എല്ലാം